ഹലോ, അധിക പേരും ഇപ്പോൾ റിവിഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്ത് അതിലൊരു ഇനീഷ്യൽ സ്റ്റേജിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടതെന്നൊക്കെ. ടോപ്പിലാകുമ്പോൾ കറക്റ്റായിട്ടുള്ള എന്തുണ്ട്, അതിൻ്റെ ഷെഡ്യൂൾ ഉണ്ട്. ഒരു ദിവസം 2 ചാപ്റ്റർ എന്ന് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പോവാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് 2 ചാപ്റ്ററാണ്. ഈ 2 ചാപ്റ്ററിനും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിക്കുള്ള ഒരു വെയിറ്റേജ് ഉണ്ടാവും. അത് ഇലക്ട്രോ കെമിസ്ട്രിക്കും ഒരു വെയിറ്റേജ് ആയിരിക്കും, അതുപോലെ റിഡോക്സിനും ഒരു വെയിറ്റേജ് ആയിരിക്കും. വെയിറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാനുള്ളതെന്നുള്ള. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ടൈം കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ 12 മണിക്കൂർ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു 7 മണിക്കൂർ എന്ത് ചെയ്യണം, ഇലക്ട്രോ കെമിസ്ട്രിക്ക് മാത്രമേ മാറ്റി വെച്ച് പിന്നെ മറ്റേതിന് 5 മണിക്കൂർ അങ്ങനെ ഒരു ഡിവിഷൻ തന്നെ വെക്കാം. കറക്റ്റ് ഈ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നോക്കാന്നുള്ളതാണ്. അതിനുശേഷം ഇനി 7 മണിക്കൂറിൻ്റെ ഇലക്ട്രോ കെമിസ്ട്രി തീർന്നില്ലെങ്കിൽ റിഡോക്സിന് മാറ്റി വെച്ച സമയം ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. കറക്റ്റ് നിങ്ങൾ എത്രയാണോ ടൈം അലോട്ട് ചെയ്ത് ആ അലോട്ട് ചെയ്ത ടൈം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അലോട്ട് ചെയ്ത ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. അതുപോലെ 2 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് പെൻഡിങ് ആ ടോപ്പിക്കിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഈസിയർ ആയിട്ടുള്ള സാധനം അവസാനം തൊട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഫോളോ ചെയ്തിട്ടുണ്ടാകുന്ന എക്സാംസ് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് എന്തൊക്കെ അറിയാമെന്നുള്ള കാര്യം ഉറപ്പുവരുത്താനും ഇതിൻ്റെ ഏതൊക്കെ പാർട്ടാണ് നമുക്ക് വീക്കെന്ന് മനസ്സിലാക്കാനും എല്ലാത്തിനും എക്സാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ വായിക്കുക, റിവൈസ് ചെയ്യുക, അതുപോലെ എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം.